ഹായ് ഫ്രണ്ട്സ്, ഉമ്മുശ്രീജി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിട്ട ഡ്രസ്സ് കണ്ടല്ലോ, ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലേ എനിക്ക് ഇനി അടുത്ത മോഡലൊക്കെ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിട്ടോ. പിന്നെ ഞാനിപ്പോൾ ഡ്രസ്സ് മുഴുവനായി കാണിക്കാത്തത് ഞാൻ നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയി മഴയൊക്കെ കൊണ്ട് നനഞ്ഞു വന്നിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ കട്ടിങ് ഫോട്ടോസ് എല്ലാം ഇതിലുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ. അപ്പോൾ കട്ടിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്താ പറയുക, 15 വർഷം മുന്നെയാണ് ഞാൻ ടീച്ചിങ് നടത്തിയിരുന്നത്. അന്നത്തെ ക്ലാരിറ്റിയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ ഇതിനൊക്കെ വേണ്ടത്. അപ്പോൾ ഇതാട്ടോ, ഇവിടുന്ന് ഇവിടം വരെ 14 ഇഞ്ചാണ് ഞാൻ യോക്ക് ബോഡി പാർട്ട് എടുത്തത്. ഞാൻ 13 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിന് 1 ഇഞ്ച് അധികം എടുത്തു. പിന്നെ ഷോൾഡർ ഇതാ 7 ഇഞ്ച്, 14ആണ് എൻ്റെ ഷോൾഡർ, അതിന് 7 ഇഞ്ച് എടുത്തു. അതേപോലെ തന്നെ ആം ഹോളും 7 ഇഞ്ച് എടുത്തു. എന്നിട്ട് 7 ഇഞ്ച് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരച്ചിട്ടുണ്ട്. അതേപോലെ 1/2 ഇഞ്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് എന്താ പറയുക, റൈറ്റ് സൈഡ്, അതായത് ഫ്രണ്ടിനുള്ള പീസ് കുഴിച്ച് വെട്ടിയത് കേട്ടോ. പിന്നെ ഇതാണ്, ഇത് എൻ്റേത് കറക്റ്റ് 32ആണ്. അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തത്. 8/2 ഉണ്ടാവും. അപ്പോൾ 32ൻ്റെ 4/1 8ഉം അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടി. പിന്നെ 1/2 ഇഞ്ച് സീം അലവൻസ്. അതേമാതിരി ചെസ്റ്റ് മാർക്ക് ചെയ്തത് എൻ്റേത് 9 36ആണ്. 36ൽ 9 പ്ലസ് 4/1 9 എടുത്തു. അതിലേക്ക് 1/2 കൂട്ടി. പിന്നെ ഇത് 1/2 സീം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ടെക്കാണ്. ഇത് എന്താ പറയുക, നിർബന്ധമുള്ള കേസല്ല. കുറച്ചൊരു ഭംഗി വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 4.5 ഇഞ്ചാണ്. ഈ 4.5 ഇഞ്ച് കിട്ടിയത് നമ്മുടെ ഈ വേസ്റ്റ് അളവ് 32ൻ്റെ 8.5 നമ്മൾ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ 32ൻ്റെ 4/1 വീണ്ടും പകുതിയാക്കിയിട്ട് 8ന് പകുതിയാക്കി 4 മാർക്ക് ചെയ്ത് എന്നിട്ട് ടെക്ക് ഇട്ടത് കേട്ടോ. നെക്ക് വിടുത്താണ് കേട്ടോ. നെക്ക് വിടുത്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. അതേപോലെ 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് ചെരിച്ച് ഷോൾഡർ ചെരിച്ച് മാർക്ക് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ലൈനിങ് ആണ് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഫോൾഡ് ഭാഗമാണ്, ഇത് ഫോൾഡ് ഭാഗമല്ല. അപ്പോൾ നോക്കിയിട്ട് അതേമാതിരി 4 പീസ് ഉണ്ട്, നോക്കി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈ സ്വസ്ഥല്ലേ. ഇവിടെ 1 ഇഞ്ച് ചെരിച്ച് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. കേട്ടോ, 1 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ ചെരിച്ചത്. ഈ കുഴിച്ച് വെട്ടുന്നത് പിന്നീടാണ് കേട്ടോ. ഷോൾഡർ ചെരിച്ച് കിട്ടുക, നെക്ക് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കും. ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണല്ലോ. നെക്കിൻ്റെ ഇവിടെ വെട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ സെൻറ്റർ പൊസിഷൻ സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ടെക്കിനെ ഇവിടെ വെട്ടിട്ട് കൊടുക്കാം. ഇവിടെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. അതേമാതിരി ഇവിടെ നമ്മൾ വെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ സംഗതി. സാരിയാണ്. ഈ സാരി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണത്. ഇത് ഒരു 5 മീറ്റർ 5.5 മീറ്റർ ഉണ്ടാവുമല്ലോ സാരി അങ്ങനെ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കട്ടെ അടുത്തത്. ഞാൻ ഈ ബോഡി പാർട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ സാരിയുടെ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് വൈഡായിട്ട്, അതായത് ചെരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്രില്ലിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നമ്മൾ ഇതേമാതിരി ഇത്രയും വെച്ച് നോക്കിയിട്ട് ഈ പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ക്രോസിൽ ഇതേപോലെ ഒന്ന് ഇതങ്ങനെ ഫ്രില്ലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടേ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിൽ ഒന്ന് ചെരിച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെയാണ് കൂടുതൽ ഫ്രില്ലാക്കി വെക്കുന്നത്. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ നല്ല ഭാഗത്ത് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ബാലൻസിൽ ചെയ്യണം. കാരണം ഫ്രില്ലാകുമ്പോൾ ടൈറ്റായി വലിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങോട്ടേക്കും വെക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇട്ടുണ്ടാവുക.
ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. ഇനി ഈ ഭാഗം ഒരു വീനെക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബാലൻസ് കുറച്ച് അധികം എടുത്താലേ നമുക്ക് ഇങ്ങനെ ഫ്ലീറ്റൊക്കെ വന്ന് ഇത് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് ഇതാ ഇങ്ങനെ പിൻ ചെയ്താണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ബാലൻസ് ഇതിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പിൻ കൊടുത്തിട്ടാട്ടോ ഇതൊക്കെ സെറ്റാക്കി. ഇപ്പോൾ ഇത് ബാലൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് പീസിലുള്ള മെറ്റീരിയൽ മെയിൻ പീസാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ലൈനിങ് മെറ്റീരിയൽ എടുക്കുക. ഇങ്ങനെ ഫോൾഡ് ഭാഗം ഇതുകൊണ്ട് ഫോൾഡ് ഭാഗമാണ്. എന്നിട്ട് നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുക. കാരണം മെയിൻ പീസ് എപ്പോഴും നമ്മൾ കുറച്ച് അധികം ഇട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ കൂട്ട്. ഒരു സെൻറ്റർ ഇട്ട് കൊടുക്കുക, ഇതും സെൻറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്ക് പീസിന് ഫ്രില്ലൊന്നുമില്ല, നോർമലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബാക്ക് വശം. ഈ ബാക്ക് വശം ലൈനിങ്ങുമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിങ്ങനെ സെൻറ്റർ നമ്മൾ വെട്ടിട്ടില്ല, ഈ സെൻറ്റർ കറക്റ്റ് പിടിച്ചിട്ട് ഷോൾഡറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഈ 3 ഇഞ്ച് ഇവിടെ നെക്കിൽ കട്ട് നമ്മൾ ചെറിയ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് നെക്ക് ഞാൻ ഇറക്കെടുത്തത് 3 ഇഞ്ചാണ്, ഇങ്ങോട്ട് 3 ഇഞ്ചാണ്. കാരണം മുകളിൽ അതേ വീട്ടിൽ ഇവിടെ എടുത്ത് പിന്നെ അത് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ വരച്ചിട്ട് കർവ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ബാക്ക് നെക്ക്. ഈ ബാക്ക് നെക്ക് നമ്മൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ഈ ചോപ്പ് മാർക്ക് എളുപ്പത്തിലാണ്. ഈ ചോപ്പ് മാർക്ക് ഇങ്ങനെ എടുത്ത് ഈ ഷോൾഡർ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ എന്താക്കണം, ഈ സെൻറ്റർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെയൊക്കെ റെഡിയാക്കി പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാർക്ക് ഇവിടെ വരും. മാർക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നെക്കിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്യാണ്. ഇതാണ് 7 ഇഞ്ചാണ് വീനൊക്കെ ആയതുകൊണ്ട് 7 ഇഞ്ച് ഇറക്കം കിട്ടണം. 1/2 ഇഞ്ച് അധികം കിട്ടണം കേട്ടോ. നമ്മൾ 7 എടുത്തിട്ടുണ്ട്. അതേപോലെ 3 ഇഞ്ചാണ് നമ്മൾ വെടുത്ത്, അതായത് നെക്കിൻ്റെ അകലെ എടുത്തത്. അത് 3 ഇഞ്ചിന് മുകളിലും താഴെ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ വരച്ചിട്ടോ. ഇനി വീനൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് നല്ലോണം ചെരിച്ചിട്ട് വരക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ലൈന് കറക്റ്റ് ചെയ്ത് വരക്കണം. എന്നിട്ട് ഇങ്ങനെ കെർവുള്ള സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഒരു കെർവ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീനക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ സ്റ്റിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെക്ക് ഇങ്ങനെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നെക്ക് ഫിറ്റ് ചെയ്യാട്ട് ചെയ്യാം. ഇത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുണ്ട് കേട്ടത്, സ്റ്റിച്ചിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്തു ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതോടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതേ സെൻറ്ററിലും നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഒരു ചെറിയൊരു കട്ടും കൊടുത്തു കേട്ടോ. ഇത് നെക്ക് മറിച്ച് വൃത്തിയാക്കുക, മറിച്ചടിക്കുക. അപ്പോൾ ഫൈനലി നെക്ക് സ്റ്റിച്ച് ചെയ്തു. ബാക്ക് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതി എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്, കണ്ടു നോക്കട്ടെ. പിന്നെ ഷോൾഡർ ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇതാ സ്ലീവിന് വേണ്ടിയിട്ട് റെഡി തുണിയൊക്കെ ഫോൾഡ് ചെയ്തതാണ്. 4 ഇതാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാരിയുടെ. അപ്പോൾ ആദ്യം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എനിക്കിവിടെ ഞാൻ ഒരു ഫ്രില്ലുള്ള ചെറിയൊരു സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് എൻഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാൻ ലൈൻ വരക്കുമ്പോഴാണ് എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇട്ട് മാർക്ക് ചെയ്തത് 18 ഇഞ്ചാണ് ഇപ്പോൾ എനിക്ക് സ്ലീവ് വേണ്ടത്. അല്ല 17 മതി. 17 ഇഞ്ചാണ് കേട്ടോ ഞാൻ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. 17. ഇവിടെ നിന്നിട്ട് പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു കുറച്ച് ഫ്രില്ല് കൊടുക്കാമെന്ന് കരുതി അതുകൊണ്ട് 2 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. 17 മാർക്ക് ചെയ്തു. അതേപോലെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടത് ഗാദറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഏഴിൻ്റെ പകുതി ഏകദേശം ആം ഹോൾ 7 എടുത്തില്ല, അതിൻ്റെ പകുതി 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? 3.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ആ 3.5യുടെ പകുതി എത്രയാണ്, 1.25 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഈ അളവിതാണ്, ഈ അളവിലാണ് നമ്മൾ 7 ഇഞ്ചാണ് ശരിക്കും സാധാ സ്ലീവിനാണ് 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് 7 ഇഞ്ച് എടുത്ത് അങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, ഗാദറിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഈ 2 ഇഞ്ചിൽ നിന്ന് എങ്ങോട്ട് കൊടുക്കാം, ഇതിലേക്ക് കൊടുക്കാം. ഇവിടെയും 1.5 ഇഞ്ച് സ്ലീവ് അലവൻസ് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ഇപ്പോൾ കൊടുക്കില്ല, കാരണം ഗാദറിങ് ആയതുകൊണ്ട് 1 ഇഞ്ചൊക്കെ കൊടുക്കുകയുള്ളൂ. 1.5 ഇഞ്ചാണ് ശരിയായ സ്ലീവ് അലവൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഈ ചോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് കറക്റ്റ് അറിയില്ലാന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ചോക്ക് കളർ. ഇവിടെ നിങ്ങളുടെ 2 ഇഞ്ച്, ഇവിടെ നിങ്ങളുടെ 3.5 ഇഞ്ച്. ഈ 3.5 നമ്മളിവിടെ എന്ത് ചെയ്യും, 1.5 ഇഞ്ച് അടുത്തുമ്പോൾ മാർക്ക് ചെയ്യുക. അതായത് സ്ലീവ് അലവൻസ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അരച്ച് കർവ് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ കട്ടിങ്. നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാധാരണ സ്ലീവിൻ്റെ, അതായത് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടം വരെയാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയാണ് ഞാൻ 17 ഇഞ്ച് എടുത്തത്. ഈ 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്, ഫ്രില്ല് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇവിടുന്ന് ഞാൻ 2 ഇഞ്ച് 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ഇവിടെയും ഗാദറിങ് കൊടുത്ത് പഫായ സ്ലീവ് ആയത് കാരണം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ മൊത്തം ഈ വിടുത്ത് മൊത്തം ഇതിൻ്റെ വീതി മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1.5 ഇഞ്ച്
കറക്റ്റ് സിംഗ് അലവൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ സ്ലീവ് ആംഹോൾ 7 ഇഞ്ചാണെങ്കിൽ 7 ഇവിടെ 7 മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി 1.5 ഇഞ്ച് സിംഗ് അലവൻസും കൊടുത്തിട്ട് സ്ലീവ് ഇങ്ങനെ സൈഡിൽ കട്ട് ചെയ്ത് ചിരിച്ചാണ് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇത് അങ്ങനത്തെ സ്ലീവ് അല്ലാത്തത് കാരണം ഇതാണ് കട്ടിങ്. ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഓരോ ലെയറും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സാരി നീളത്തിൽ, അതായത് അത് സത്യം പറഞ്ഞാൽ സാരി നീണ്ടോണ്ട് പോകുന്ന ആ ഒരു ഇതില്ല, അത് സത്യം നീളമല്ല, വീതിയാണ്. അതായത് വിലങ്ങിന് വീതിയും നമ്മുടെ ഷോൾഡറിൽ നിന്ന് മുട്ട് താഴെ വരെ ഉള്ളത് നീളവുമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ ഞാൻ വീതിയിലാണ് സാരിയിൽ നിന്ന് ഓരോ പീസും കട്ട് ചെയ്തെടുത്തത് കേട്ടോ. 15 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡി പാർട്ടിന് താഴെയുള്ള ആദ്യത്തെ ഫസ്റ്റ് ലെയർ 2 പീസാണ് കേട്ടോ. ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും 2 പീസാണ് ഞാൻ ഞൊറിവിട്ട് കൊടുത്തത്. അതിനുശേഷം രണ്ടാമത്തെ ലെയറിൽ 3 പീസാണ് കേട്ടോ കൊടുത്തത്. നാലാമത്തെ ലെയറിൽ 4 പീസാണ് കൊടുത്തത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിൽ ഗാദറിങ് കുറഞ്ഞ് വരും കേട്ടോ. ലെയർ കൂടുന്തോറും ഗാദറിങ് കുറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ ഇത് ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ സ്റ്റിച്ചിങ് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നു കരുതുന്നു. അറിയുന്നവർക്ക് ഈ ഒരു മോഡൽ അടിപൊളിയായി ചെയ്യാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ്, ചെയ്യണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മൾ പറഞ്ഞല്ലോ ഗാദറിങ് കൊടുക്കണം, അതായത് ഞൊറിവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാണ്. അങ്ങനെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊണ്ടിരിക്കും കേട്ടോ, ചെയ്ത് കഴിയാറായി. പിന്നെ അതേപോലെ ഇനി അടുത്തത് സ്ലീവിൻ്റെ എൻഡിൽ ഞാനൊരു 1.5 ഇഞ്ച് ബാലൻസ് വെച്ച് ഫ്രണ്ടിലേക്ക് ബാലൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് നമ്മളുടെ സ്ലീവ് എത്ര വരെ ഉണ്ടോ ആ റൗണ്ട് അളവിൽ ഇലാസ്റ്റിക് എടുത്തിട്ട് ചുമ്മാ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡ് ഫുള്ള് 2 സൈഡും അറ്റാച്ച് ചെയ്യുന്നു. അതോടെ ഫിനിഷായി, നമ്മുടെ വർക്ക് ഫിനിഷായിട്ടോ. ഇതെല്ലാം ചെയ്തതിന് ശേഷം 2 സൈഡും നമ്മൾ അറ്റാച്ച്, അതായത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ലൈനിങ് അംബർല കട്ടിങ്ങിൽ എടുത്തിട്ട് മുട്ടിനേക്കാൾ കുറച്ചധികം ലെങ്ത്തിൽ, അതായത് 37 ലെങ്ത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളിയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും. സിമ്പിളായിട്ട് ഇത് മനസ്സിലായാലും അതേപോലെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതേപോലെ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. പിന്നെ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് എല്ലാം ഇൻസ്റ്റയിൽ, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.